നമസ്കാരം. ഇടതുപക്ഷക്കാരനായ നടൻ മമ്മൂട്ടി കൈരളി ടിവിയുടെ തലപ്പത്തേക്ക് എത്തിയതും അവിടെ വൻ അഴിമതി നടക്കുകയും അതായത് കൈരളി ടിവിയുടെ ഓഹരിയുമായി ബന്ധപ്പെട്ട് വലിയ അഴിമതികൾ പുറത്തു വരികയും ചെയ്തതോടെയാണ് ജോൺ ബ്രിട്ടാസ് എം പിയുമായിട്ടും മമ്മൂട്ടി അടിയുണ്ടാക്കുകയും കൂടാതെ കൈരളി ചാനലിൽ നിന്നും പുറത്തേക്ക് പോകാൻ ഒരു തീരുമാനം എടുക്കുകയും അതോടൊപ്പം തന്നെ പാർട്ടിയിൽ നിന്നും അത് CPM നിന്നും പുറത്തേക്ക് പോകാൻ ഒരു തീരുമാനം കൈക്കൊള്ളുകയും ചെയ്തത്. മമ്മൂട്ടിയുടെ MP സ്ഥാനം ഉൾപ്പെടെ ബ്രിട്ടാസ് തന്ത്രപരമായ രീതിയിൽ തട്ടിയെടുത്തു എന്നാണ് CPM നേതാക്കൾ തന്നെ ഇപ്പോൾ തുറന്നു പറയുന്നത്. കൂടാതെ മലയാള സിനിമ ഇൻഡസ്ട്രിയുടെ മട്ടാഞ്ചേരി മാഫിയ സംഘത്തെ നിയന്ത്രിക്കുന്നതും മമ്മൂട്ടിയാണ് എന്ന് സിനിമാ നടിമാർ തന്നെ പറയുന്നുണ്ട്. മമ്മൂട്ടിയുടെ വീട്ടിൽ ഇൻകം ടാക്സ് റെയ്ഡ് വരികയും സോണിയാഗാന്ധിയുടെ നിർദ്ദേശത്തിൽ ഇൻകം ടാക്സ് മമ്മൂട്ടിയുടെ വീട്ടിൽ റെയ്ഡ് നടത്താതെ തിരിച്ചുപോയ കാര്യങ്ങളാണ് ഇപ്പോൾ ഓരോ ദിവസവും ആ ചർച്ചകളായി പുറത്തു വരുന്നത്. മമ്മൂട്ടി കോൺഗ്രസിലേക്ക് എന്ന സൂചനകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. കോൺഗ്രസിലേക്ക് പോകുന്ന മമ്മൂട്ടി വെറുതെ പോകുകയല്ല, അത് പഴയ ഒരു സഹായത്തിനുള്ള നന്ദി പ്രകടിപ്പിക്കുകയാണെന്ന് വെളിപ്പെടുത്തൽ നടത്തിയിരിക്കുകയാണ്. അത് മറ്റാരുമല്ല, സിനിമയുടെ മെഗാസ്റ്റാർമാരുടെ മനസാക്ഷിപ്പ് സൂക്ഷിപ്പുകാരനായ ആലപ്പി അഷ്റഫാണ് മമ്മൂട്ടി കോൺഗ്രസ് ടീമിനോട് അടുക്കുന്നുവെന്ന് വെളിപ്പെടുത്തിയിരിക്കുന്നത്. അതേസമയം CPM കുറ്റൻ തിരിച്ചടി സൂചനകൾ വരുന്നു. അത് ഇപ്രകാരമാണ്: മമ്മൂട്ടിയുടെ വീട്ടിൽ മുമ്പ് ഇൻകം ടാക്സ് റെയ്ഡ് നടന്നിരുന്നു. മമ്മൂട്ടിയുടെ സ്ഥാനമാനങ്ങൾ അറിയാവുന്ന പിണറായിയുടെ അടുത്ത സുഹൃത്തായിരുന്നിട്ടും നടന്നു പോകുന്ന ആളാണ് കൈരളിയുടെ ചെയർമാൻ. അതായത് പാർട്ടിയുടെ പ്രധാനപ്പെട്ട ഏറ്റവും വലിയ ഫിനാൻഷ്യൽ സോഴ്സ് ആണ് കൈരളി ചാനലിന്റെ ധനകാര്യ ഉറവിടമാണ്. ഈ പദവിയിലൊക്കെ നയിക്കുന്ന അല്ലെങ്കിൽ ഈ പദവിയിലൊക്കെ നിൽക്കുമ്പോഴാണ് മമ്മൂട്ടിയുടെ വീട്ടിൽ റെയ്ഡ് നടക്കുന്നത്. ആ റെയ്ഡ് ഒഴിവാക്കി ഉദ്യോഗസ്ഥരെ തിരിച്ചു വിളിച്ചത് സോണിയാഗാന്ധിയുടെ ഇടപെടലായിരുന്നു എന്നുള്ള വെളിപ്പെടുത്തലാണ് ആലപ്പി അഷ്റഫ് ഇപ്പോൾ നടത്തിയിരിക്കുന്നത്. പഴയ ചരിത്രം പൊങ്ങി വരുന്നത് മമ്മൂട്ടി ഇതിനൊക്കെ നന്ദി പറയുവാനുമുള്ള ഒരു നിലയിലേക്കാണ് കാര്യങ്ങൾ എത്തി നിൽക്കുന്നത്. വെളിപ്പെടുത്തൽ മറ്റാരുടെയുമല്ല, മമ്മൂട്ടി ഉൾപ്പെടെയുള്ള സിനിമാ പ്രമുഖരുടെ മനസാക്ഷിപ്പ് സൂക്ഷിപ്പുകാരൻ കൂടിയായ ആലപ്പി അഷ്റഫിന്റേതാണ്. മമ്മൂട്ടിയുടെയും മോഹൻലാലിന്റെയും വീടുകളിൽ ഇൻകം ടാക്സ് റെയ്ഡ് നടന്ന സമയത്ത് ആ ഉദ്യോഗസ്ഥർ മിനിറ്റ് വെച്ച് തന്നെ അവിടെ നിന്നും വന്ന വഴി തിരികെ പോയതുമൊക്കെ ആണ് ഇപ്പോൾ പുറത്തു വരുന്നത്. കാരണം അന്ന് നടന്ന സമയത്ത് സോണിയാഗാന്ധിയാണ്, അന്ന് UPA സർക്കാരിന്റെ ഒരു ഭരണം ആയിരുന്നു രാജ്യത്ത് നടന്നുകൊണ്ടിരുന്നത്. സോണിയാഗാന്ധിയുടെ ഒരു നിർദ്ദേശപ്രകാരമാണ് ഇൻകം ടാക്സ് പിന്നെ തിരിച്ചു പോയത്. റെയ്ഡിന്റെ കാരണമായിട്ടുള്ള പരാതി നൽകിയത് അന്തരിച്ച സുകുമാർ അഴീക്കോടായിരുന്നു. സുകുമാർ അഴീക്കോട് രണ്ട് നടന്മാർക്കുമെതിരെ അന്നത്തെ മന്ത്രി AK ആന്റണിക്കാണ് പരാതി നൽകിയത്. ആന്റണിയുടെ ഇടപെട്ടാണ് മഹാനടന്മാരുടെ വീടുകളിൽ റെയ്ഡിനുള്ള ഒരു ചുക്കാൻ പിടിച്ചത്. തുടർന്ന് മമ്മൂട്ടിയെയും മോഹൻലാലിനെയും രക്ഷപ്പെടുത്തുവാൻ ഉദ്യോഗസ്ഥരെ തിരികെ വിളിക്കുവാനും റെയ്ഡ് അവസാനിപ്പിക്കുവാനും സോണിയാഗാന്ധി ഇടപെട്ടു. അങ്ങനെയാണ് ഇരുവരെയും രക്ഷിച്ച വലിയൊരു വെളിപ്പെടുത്തൽ കേരള സമൂഹത്തിന് മുമ്പാകെ ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. അതായത് മമ്മൂട്ടിയെ നമുക്കറിയാം, മമ്മൂട്ടി എന്ന് പറഞ്ഞാൽ മലയാള സിനിമയുടെ മട്ടാഞ്ചേരി മുഴുവനും കൈകാര്യം ചെയ്യുന്ന, കൊച്ചിയിലെ മട്ടാഞ്ചേരി മാഫിയ സംഘത്തെ കൈകാര്യം ചെയ്യുന്ന ഒരു വ്യക്തിയാണ് മമ്മൂട്ടി എന്ന് ഇപ്പൊ തന്നെ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലടക്കം നടിമാർ തുറന്നു പറഞ്ഞൊരു കാര്യമാണ്. അപ്പോൾ മലയാള സിനിമയിൽ ഒരു ജിഹാദികളുടെ, അതായത് കള്ളപ്പണം ഒഴുകുന്നത് ദുബായിൽ അടക്കം, ദുബായ്, സൗദി എന്നിവ, ഒമാൻ എന്നിവിടങ്ങളിൽ അടക്കം വലിയ രീതിയിൽ കള്ളപ്പണങ്ങൾ മലയാള സിനിമയിലേക്ക് കയറി വരുന്നു എന്നതിന്റെ ഒരു ഉറവിടം ആണ് ഇപ്പോൾ പുറത്തു വന്നത്. മമ്മൂട്ടിയുടെ സിനിമകൾ തിയേറ്ററിലേക്ക് വരുമ്പോൾ അത് മെഗാ ഹിറ്റായിട്ട് അല്ലെങ്കിൽ ബമ്പർ ഹിറ്റായിട്ട് കയറി പോകുന്നു എന്ന സംശയത്തിന്റെ ഒരു അടിസ്ഥാനത്തിലാണ് ഇൻകം ടാക്സ് റെയ്ഡ് നടത്തിയപ്പോഴാണ് മിക്ക സിനിമകളിലും മമ്മൂട്ടിയെ വെച്ച് പണം നിർമ്മിക്കുന്ന മിക്ക സിനിമകളും വലിയ രീതിയിൽ ഹിറ്റാവുന്നു എന്ന അടിസ്ഥാനത്തിൽ ഒരു അന്വേഷണം നടത്തിയപ്പോഴാണ് വരുന്നത് മുഴുവനും ബ്ലാക്ക് മണിയാണ്, അല്ലെങ്കിൽ വിദേശ രാജ്യത്ത് നിന്ന് വരുന്ന കള്ളപ്പണമാണ് എന്ന ഒരു അറിവെത്തിയത്. അന്ന് മുതലേ അതായത് AK ആന്റണി ഭരിച്ചിരുന്ന സമയത്ത്, ആ സമയത്ത് അത് UPA സർക്കാരിന്റെ കാലത്ത് ഇങ്ങനെ ഒരു സംഭവം മലയാള സിനിമയിൽ കള്ളപ്പണം ഒഴുകുന്നു മലയാള സിനിമയിൽ എന്നതിന്റെ അടിസ്ഥാനത്തിലാണ് AK ആന്റണി അന്ന് ഇൻകം ടാക്സിന് റെയ്ഡ് നടത്താനായിട്ട് പുറത്തുവിട്ടത്.